ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മോജ്തബ ഖമനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവ്. ഖമനിക്ക് ജന്മനാട്ടിൽ ഖബറൊരുക്കും. കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനിയുടെ മകൻ മോജ്തബ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ്. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തീരുമാനമെടുത്തെന്ന് ഇറാൻ ഇന്റർനാഷണൽ. ഖോമിലും ടെഹ്റാനിലുമുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ കെട്ടിടങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ. ആയത്തുള്ള അലി ഖമനിക്ക് ജന്മസ്ഥലമായ മഷ്ഹദിൽ ഖബറൊരുക്കും. ഖമനിയുടെ ജന്മസ്ഥലമാണ് മഷ്ഹദ്. സംസ്കാര തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഇറാന് വൻ നാശനഷ്ടം ഉണ്ടാക്കി. 17 കപ്പലുകൾ നശിപ്പിച്ചു. കൂടുതൽ സൈനികരെ എത്തിക്കുമെന്ന് US. ഇറാന് വൻ നാശനഷ്ടമുണ്ടാക്കിയതായി അമേരിക്ക. ഇറാന്റെ 17 കപ്പലുകൾ നശിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ്. ഇറാന്റെ അത്യാധുനിക മുങ്ങിക്കപ്പലിന് കേടുപാടുകൾ ഉണ്ടാക്കിയെന്നും US സൈന്യം. ഇതുവരെ നടന്ന സൈനിക ഓപ്പറേഷനിൽ 2000-ഓളം ലക്ഷ്യങ്ങൾ ആക്രമിച്ചുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. 2000-ലധികം ആയുധങ്ങൾ ഉപയോഗിച്ചതായും അമേരിക്ക വ്യക്തമാക്കി. US സെന്റ്കോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പറാണ് സൈനിക നടപടികൾ വിശദീകരിച്ചത്. ഇറാൻ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ലധികം ഡ്രോണുകളും ഇതുവരെ പ്രത്യാക്രമണങ്ങൾക്ക് ഉപയോഗിച്ചതായും US സെൻട്രൽ കമാൻഡ് പറയുന്നു. പ്രത്യാക്രമണ ശേഷി ഇറാന് കുറഞ്ഞുവരുന്നതായും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബ്രാഡ് കൂപ്പർ പറഞ്ഞു. നിഴൽവേട്ട ചിത്രീകരണം വയനാട്ടിൽ ആരംഭിച്ചു. ബിപിൻ നമ്പ്യാർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന നിഴൽവേട്ട എന്ന സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിന്റെ ചിത്രീകരണം വയനാട് പനമരത്തും പരിസര പ്രദേശത്തുമായി ആരംഭിച്ചു. മലയാള സിനിമയിലെ ഒരു പ്രധാന യുവനടൻ നായകനാകുന്ന ഈ ചിത്രത്തിൽ ദിനേശ് പണിക്കർ, ഡോക്ടർ രജിത് കുമാർ, അരിസ്റ്റോ സുരേഷ്, വിനോദ് കോവൂർ, വിജയൻ കാരന്തൂർ, ജയരാജ്, ഷിബു നിർമാല്യം, റീമ R രാജീവ്, ദീപ്തി മിത്ര, കാല സുബ്രഹ്മണ്യം, കീർത്തി മനോജ് തുടങ്ങിയ താരങ്ങൾക്കൊപ്പം ഒട്ടേറെ പുതുമുഖങ്ങളും അഭിനയിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് CPIM സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് അന്തിമധാരണ ഇന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള CPIM സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് അന്തിമധാരണയാകും. ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പരിശോധിക്കും. ഉറച്ച വിജയസാധ്യതയില്ലാത്ത സീറ്റിൽ മാത്രം 2 ടേം നിബന്ധനയിൽ ഇളവ് നൽകാനായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം. എന്നാൽ ചില ഉറച്ച സീറ്റുകളിലും ടേം നിബന്ധന ഒഴിവാക്കണമെന്ന് ജില്ലകളിൽ നിന്നും ആവശ്യമുണ്ട്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിനും കൊല്ലം ജില്ലാ സെക്രട്ടറി ജയമോഹനും സീറ്റ് നൽകണമെന്ന ആവശ്യവും സംസ്ഥാന നേതൃത്വം പരിശോധിക്കും. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്ന പട്ടികയ്ക്ക് നാളെ ചേരുന്ന സംസ്ഥാന സമിതി അംഗീകാരം നൽകും. പട്ടിക ജില്ലാ ഘടകങ്ങളിലും മണ്ഡലം കമ്മിറ്റികളിലും ചർച്ച ചെയ്ത ശേഷം 8-നോ 9-നോ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇറാൻ ആക്രമണം. കുവൈറ്റിൽ 11-കാരി മരിച്ചു. ഇറാൻ ആക്രമണത്തിൽ കുവൈത്തിൽ 11-കാരി മരിച്ചു. ചീളുകൾ ശരീരത്തിൽ പതിച്ചുണ്ടായ അപകടമെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാവിലെയുണ്ടായ ആക്രമണത്തിലാണ് 11-കാരിക്ക് പരിക്കേറ്റിരുന്നത്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചികിത്സയിൽ തുടരവെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്. മരിച്ച കുട്ടിയുടെ വിവരങ്ങൾ കുവൈറ്റ് പുറത്തുവിട്ടിട്ടില്ല. കുവൈറ്റ് സ്വദേശിയല്ല. കുടുംബത്തിലെ 4 പേർ ചികിത്സയിൽ തുടരുകയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മധ്യപൂർവേഷ്യയിലെ പ്രതിസന്ധി. ഗെയിലും ഇന്ത്യൻ ഓയിലും വ്യവസായ മേഖലയ്ക്കുള്ള LNG വിതരണം കുറച്ചു. മധ്യപൂർവേഷ്യയിലെ പ്രതിസന്ധിയെ തുടർന്ന് ഗെയിലും ഇന്ത്യൻ ഓയിലും വ്യവസായ മേഖലയ്ക്ക് നൽകിയിരുന്ന LNG വിതരണം കുറച്ചു. ഖത്തർ എനർജി കമ്പനി LNG ഉൽപാദനം കഴിഞ്ഞ ദിവസം നിർത്തിയിരുന്നു. ഇതോടെയാണ് ഇന്ത്യയുടെ നീക്കം. അതേസമയം ഇന്ത്യയ്ക്ക് തടസ്സമില്ലാതെ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ ആഗോള വിപണിയിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തിവരികയാണ് സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന സംരക്ഷണം നൽകുമെന്ന് ട്രംപ്. ഇറാനുമേൽ ചൈനയുടെ സമ്മർദ്ദം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകൾക്ക് സംരക്ഷണം നൽകുവാൻ അമേരിക്കൻ നാവികസേന ഉടൻ രംഗത്തിറങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കുന്ന നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മെഡിറ്ററേനിയൻ കടലിലേക്ക് ചാൾസ് ഡി ഗാൾ വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധക്കപ്പൽ പടയെ ഫ്രാൻസ് അയച്ചു. ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇക്കാര്യം അറിയിച്ചത്. ഹോർമുസിന് പുറമെ ചെങ്കടൽ, സൂയസ് കനാൽ എന്നിവിടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുവാനും ഈ നീക്കം ലക്ഷ്യമിടുന്നു.
ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടയാതിരിക്കുവാൻ ഇറാനുമേൽ ചൈനയുടെ സമ്മർദ്ദമെന്ന് റിപ്പോർട്ടുകൾ. ഖത്തറിൽ നിന്നുള്ള ഇന്ധന കപ്പലുകൾ തടയരുതെന്ന് ചൈന ഇറാനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.